വാൽപ്പാറയ്ക്കുള്ള വഴി ഇങ്ങനെ പോവാണ്. വ്യൂ പോയിന്റ് കണ്ടിപ്പോൾ നിർത്തിയതാണ്. അന്നേരം നമ്മുടെ നാട്ടുകാരനായ അബ്ബാസ് ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ചേട്ടനായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാം. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിന് മുന്നേ ഒന്ന് ഇത് കാണിച്ചു കൊടുത്ത് ഒരു കരിങ്കുരങ്ങൻ ഇരിക്കുന്ന നടക്കാണ്. അതെ, 2-3 കരിങ്കുരങ്ങൻ. ഇത് നല്ല രസമുള്ളൊരു യാത്രയാണ്. നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ജീവിതമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാട്ടിൽ പോയി മലഞ്ചരക്ക് ശേഖരിക്കലാണ് മെയിൻ പണി. അതന്നെ മലഞ്ചരക്ക്. കാട്ടിലെ മലഞ്ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ, തെള്ളി, പുളിഞ്ചിക്ക, കൂവ, മഞ്ഞക്കൂവ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ശേഖരിച്ച് നമ്മുടെ വനസംരക്ഷണ സമിതി, അതായത് VSS, ആ ഇതിലേക്ക് നമ്മൾ കൊടുക്കും, ഫോറസ്റ്റിൽ. അപ്പോൾ അതെ ഇവിടെ 24. അതുണ്ട്. എന്നാലും നമ്മളത് ശ്രദ്ധിച്ചാൽ ഞങ്ങൾ കാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് നമ്മൾ കാട്ടിലേക്ക് കയറാറ്. പോകുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് പോകാൻ. എന്ത് മൃഗങ്ങളെ കണ്ടാലും അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പതുക്കെ ഒഴിയുക, അവിടെ മാറിപ്പോകാൻ നോക്കാം. അല്ലാണ്ട് അവരുടെ നേരെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഉണ്ട്. എന്നാലും നമ്മളത് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് കുഴപ്പമില്ല. കൊന്നുണ്ട്, ഒരു 2-3-4 പേരെ കൊന്നുണ്ട്. കടുവ അങ്ങനെ ആക്രമില്ല. മലക്കപ്പാറ ഒരാളെ ആക്രമിച്ചിരുന്നു. ആളെ തിന്നു കംപ്ലീറ്റും, കയ്യും തലയും മാത്രം കിട്ടും. അതെ, നമുക്കിത് ഇപ്പൊ ശീലമായി, അതുകൊണ്ട് പിന്നെ നമുക്ക് അത് വിഷയമില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചേട്ടനെ കണ്ടു, സംസാരിച്ചു. ഇപ്പൊ സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ടൗൺ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ചേട്ടന്റെ സംസാരവും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു അത്ഭുതം. കാരണം പറഞ്ഞല്ലോ 24 കിലോമീറ്റർ വേണം ഇവിടെ നിന്ന് കടയിലേക്ക് പോകാൻ, 24 കിലോമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 10-60 കിലോമീറ്റർ 70 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവർക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ. ഇവരുടെ നമ്മളൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായി ഒരു കാടുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്യണം, ഇങ്ങനെയുള്ള ആളുകളെ കാണണം, സംസാരിക്കണം. എന്തായാലും ഒരു നിഷ്കളങ്കമുള്ള നമ്മുടെ അബ്ബാസ് ചേട്ടനാണ്.